ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി പുറത്തു കൊണ്ടുപോകുന്നതിൽ തന്ത്രി കണ്ഠരര് രാജീവര് വിസമ്മതിച്ചിരുന്നതായി വിവരം. മാതൃഭൂമിയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ദേവസ്വം ജീവനക്കാരിൽ ചിലരാണ് ഈ വിവരം പങ്കുവച്ചതെന്ന് വാർത്ത പറയുന്നു. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം തന്ത്രിയായിരുന്ന കാലയളവിലായിരുന്നു ഇത്തരമൊരു അഭിപ്രായം ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ചിലർ ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ 1 വർഷ കാലയളവിന് ശേഷം കർക്കടകം 31 ഓഗസ്റ്റ് 16 വൈകിട്ട് 5 ചിങ്ങമാസ പൂജകൾക്ക് നട തുറന്നതു മുതൽ കണ്ഠരര് മഹേഷ് മോഹനരാണ് ശബരിമല തന്ത്രി. രാജീവരുടെ കാലാവധി തീരുന്നതിന് 2 മാസം മുൻപാണ് ചില ഉദ്യോഗസ്ഥർ വിഷയം സംസാരിച്ചത്. എന്നാൽ ദ്വാരപാലകർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണെന്നും പുറത്തു കൊണ്ടുപോകുന്നത് ഉചിതമാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടുവെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളിൽ സ്വർണം പൂശി കേടുപാടുകൾ തീർക്കുന്ന ജോലി തുടങ്ങിയെന്നും അത് പൂർത്തിയാകാതെ ഉടൻ അവ തിരിച്ചെത്തിക്കാനാവില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാടെടുത്തിട്ടുണ്ട്. സ്വർണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കണമെന്ന ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പുനഃപരിശോധനാ ഹർജിയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചെന്നൈയിലാണ് ഇതിന്റെ ജോലി നടക്കുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. സന്നിധാനത്ത് വെച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ കഴിയാത്തതിനാലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയത്. ഇക്കാര്യം അറിയിച്ചാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയതെന്ന് പ്രശാന്ത് പറഞ്ഞു. എന്നാൽ ഈ വിശദീകരണത്തിലും ദുരൂഹതയുണ്ട്. 1998 വ്യവസായി വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ വഴിപാടായി സ്വർണം പൂശിയപ്പോൾ അതിന്റെ ജോലികൾ നടന്നത് സന്നിധാനത്ത് വെച്ചായിരുന്നു. 2017 സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠിച്ചപ്പോഴും ചെമ്പുപറകൾ സ്വർണം പൂശിയത് സന്നിധാനത്ത് വെച്ചായിരുന്നു. 2019 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പിടിപ്പിച്ചത്. ബംഗളൂരുവിലെ മലയാളി ഭക്തന്റെ വഴിപാടായിരുന്നു അത്. ശില്പരൂപത്തിലുള്ള അച്ചുകളിൽ ചെമ്പ് ഉരുക്കിയൊഴിച്ചാണ് പാളികൾ ഉണ്ടാക്കിയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ചെമ്പുപാളികൾ കൊണ്ടുപോയാണ് സ്വർണം പൂശിയത്. കേടുപാടുകൾ തീർക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയ പാളികളിലുള്ളത് 400 ഗ്രാം സ്വർണമാണെന്നും മാതൃഭൂമി പറയുന്നു. സ്വർണം രാസലായനിയിൽ ലയിപ്പിച്ചാണ് വേർതിരിക്കുന്നത്. വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൽ കുറവുണ്ടെങ്കിൽ അത് വാങ്ങി നൽകാമെന്ന് വഴിപാടുകാരൻ ദേവസ്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 16 ഗ്രാം മാത്രമേ ഉള്ളൂവെന്ന് ദേവസ്വം അധികാരി പറഞ്ഞതായി വാർത്ത വന്നിരുന്നു. ഇതിനെ പൊളിക്കുന്നതാണ് മാതൃഭൂമിയിലെ വാർത്ത. ശ്രീകോവിൽ വാതിലിന്റെ ഇരുവശത്തുമുള്ളത് ശുരികാപാണി, ഖഡ്ഗഹസൻ എന്നീ പേരുകളിലുള്ള ദ്വാരപാലകരാണ്. ധർമ്മശാസ്താവിന്റെ കാവൽക്കാരാണിവർ. മാതൃഭൂമിയിൽ G രാജേഷ് കുമാറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ അടിമുടി ദുരൂഹമായി ദേവസ്വം ബോർഡിന്റെ വിശദീകരണം മാറുകയാണ്. ശബരിമല ശ്രീകോവിലിന് മുൻവശത്തെ ദ്വാരപാലകരുടെ സ്വർണ്ണ ആഭരണം ശബരിമലയിൽ നിന്ന് കടത്തിയതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയും. ഈയൊരു തരത്തിൽ ഹൈന്ദവ സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും പ്രചരണമുണ്ട്. ഈ കുറിപ്പിലും തന്ത്രിമാരുടെ അതൃപ്തിയുടെ സൂചനയുണ്ട്.